പൈസ ഫീസ് മേടിക്കും നമ്മൾ കൃത്യമായിട്ട് അത് കൊടുക്കുകയും ചെയ്യും. പക്ഷെ അവര് തിരിച്ചു വരുമ്പോൾ എടുത്തോളാന്ന് പറയും. പിന്നെ പക്ഷേ ഇതിലെ വരില്ല. അത് 4 ചാക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ മാറി. ആ സംഘടനയിൽ വന്നിട്ട് ഒരു പ്രായ ലേഡിയുണ്ട്. പുള്ളിക്കാരി ഭയങ്കര എല്ലാ പ്രാവശ്യവും വരുമ്പോഴും അവര് ഭയങ്കര മോശമായിട്ടാണ്. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒക്കെ കുഴപ്പങ്ങൾ പറയും. പ്ലാസ്റ്റിക് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പറയും. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ നന്നായിട്ട് കഴുകി ഉണക്കി കുറച്ചേറെ 3-4 ചാക്കോളം ഉണ്ടായിരുന്നു. പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു, നല്ല വൃത്തിയുള്ള പ്ലാസ്റ്റിക് ആയിരുന്നു. അപ്പോൾ അത് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരുടെ ആ ഒരു ഇത് മാറി. ഞങ്ങളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ, നിങ്ങളത് എടുക്കുന്ന സമയം വരെയുള്ള വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, ഞങ്ങളോട് മുനിസിപ്പാലിറ്റിക്കാർ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കട പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനാവശ്യങ്ങൾ പറയുന്നത്. അവരെപ്പോ വന്നാലും അവര് എടുക്കുകയല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ആൾക്കാർ പുറത്ത് പറയുന്നത് അറിയത്തില്ല. പക്ഷെ പൊതുവെ പുള്ളിക്കാരിയെ കുറിച്ച് ഭയങ്കര കംപ്ലൈന്റ് ഉള്ള ആളാണ്. ജോലിയുടെ ഭാഗമാണോ എനിക്കറിയത്തില്ല. ഹരിതകർമ്മസേനയുടെ ജോലിയുടെ ഭാഗമാണോ അത്? ഇത് നമ്മൾ ഇവരോട് വേറെ ഒന്നും ആവശ്യമില്ല. അവർക്ക് അവരുടെ ജോലി ചെയ്യാനേ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. നമുക്ക് അവരോട് ഒരു ശത്രുതയും ഇല്ല, ഞങ്ങളോട് അവർക്കൊരു ശത്രുത തോന്നേണ്ട കാര്യവുമില്ല. അവരുടെ ജോലി അവർ കൃത്യമായിട്ട് ചെയ്യാൻ മാത്രമേ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഏതൊരു കോടതിയിൽ ചെന്നാൽ പോലും വാദിഭാഗവും പ്രതിഭാഗവും പറയുന്നത് കേൾക്കുമല്ലോ, എന്നിട്ടല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുക. ഇവിടെ അങ്ങനെയല്ല, അവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് കേട്ടിരിക്കുന്നത്. ഏറ്റുമാനൂരിലെ SH മൗണ്ടിലെ വ്യാപാരിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഈ അതിക്രമം എന്താണെങ്കിലും കണ്ടുകൊണ്ടിരിക്കേണ്ടതില്ല. ഈ സംഭവം നടന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഇവിടുത്തെ തൊഴിലാളികൾ നമ്മോടൊപ്പം ചേരുകയാണ്. നമുക്ക് എന്താണ് അവർക്ക് ഈ സമയത്തിൽ പറയാനുള്ളത് എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഈ സമയത്ത് ഉണ്ടായതെന്ന് പറഞ്ഞാൽ, ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ ഹരിതകർമ്മസേനക്കാർ വരുന്നതാ പ്ലാസ്റ്റിക് എടുക്കാൻ. പക്ഷെ പ്ലാസ്റ്റിക് ഇതുവരെ എടുത്തിട്ടില്ല. ഫീസ് മേടിക്കും നമ്മൾ കൃത്യമായിട്ട് അത് കൊടുക്കുകയും ചെയ്യും. പക്ഷെ അവര് തിരിച്ചു വരുമ്പോൾ എടുത്തോളാന്ന് പറയും. പിന്നെ പക്ഷേ ഇതിലെ വരില്ല. ഈ ഭാഗത്തോട്ട് വരത്തില്ല. ആ ക്യാഷ് വാങ്ങിച്ചിട്ട് ഇല്ല, വരത്തില്ല. പിന്നെ പിറ്റേ മാസം പിരിവിനെ വരത്തുള്ളൂ. ഇപ്രാവശ്യം അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒക്കെ കുഴപ്പങ്ങൾ പറയും. പ്ലാസ്റ്റിക് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പറയും. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ നന്നായിട്ട് കഴുകി ഉണക്കി കുറച്ചേറെ 3-4 ചാക്കോളം ഉണ്ടായിരുന്നു. പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു, നല്ല വൃത്തിയുള്ള പ്ലാസ്റ്റിക് ആയിരുന്നു. അപ്പോൾ അത് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരുടെ ആ ഒരു ഇത് മാറി. പിന്നെ അവർ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടുപോകാൻ പറ്റത്തില്ല, പിന്നെ ഇത് ഞങ്ങളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ, നിങ്ങളത് എടുക്കുന്ന സമയം വരെയുള്ള വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, ഞങ്ങളോട് മുനിസിപ്പാലിറ്റിക്കാർ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവർ പറഞ്ഞു നിങ്ങളുടെ പൈസയും വേണ്ട പ്ലാസ്റ്റിക്കും വേണമെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് അതിലെ ഒരു പ്രായമുള്ള ലേഡി അവിടെ നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ കിടക്കുന്ന കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ കയറി ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പം നമ്മളത് അവരോട് എടുക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. നമ്മുടെ കടയിലുള്ള ആ ഒരു ഇത് അവരെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്ന സാധനത്തിന് എന്തെങ്കിലും പച്ചക്കറി വേസ്റ്റോ എന്തെങ്കിലും അവത്തേലുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുത്തോ, അല്ലാതെ കൊണ്ട് നിങ്ങൾക്ക് അത് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങളെ കുറേ ചീത്തയെല്ലാം പറഞ്ഞു. അങ്ങോട്ട് ഞങ്ങൾ അസഭ്യം പറഞ്ഞു, ഞങ്ങളോട് ചീത്തയെല്ലാം പറഞ്ഞ്. അന്നേരം ഒന്നും ഇവിടെ മുതലാളിയും ഭാര്യയൊന്നും ഇല്ല, അവർ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് പോയിക്കുക. ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോയി, രണ്ടുപേരും ഇല്ലായിരുന്നു ഇവിടെ. അതെല്ലാം കഴിഞ്ഞ് ഇവർ പറയുന്നത് നമ്മുടെ കട പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനാവശ്യങ്ങൾ പറയുന്നത്. പക്ഷെ അതൊന്നും ആരും നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. അതുകൊണ്ട് അതിനൊന്നും അവർ ചോദിക്കുന്ന ഒരു ചെറിയൊരു ഭാഗം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം അവിടെ സാറിനെ കാണിച്ചായിരുന്നു. അവർ ഞങ്ങളോട് ഇങ്ങനെ മറുത്ത് പറയുന്ന ഞങ്ങളിത് പ്ലാസ്റ്റിക് നിങ്ങളുടെ ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ കാണിച്ചായിരുന്നു. പക്ഷെ അല്ലാതെ നമുക്ക് അവർ ചീത്ത പറയുന്ന ഭാഗമൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. എന്നുവെച്ചാൽ നമ്മളത്ര അന്നേരം അതൊക്കെ കേട്ടിട്ടാണ് മുതലാളിയും വൈഫും ഒക്കെ വരുന്നത്. അന്നേരം അവർ വന്നു കഴിഞ്ഞപ്പോൾ അവർ കാണുന്ന ഇങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ ഒരു അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെയാണ് കാണുന്നത്. അപ്പോഴാണ് അവരും ഞങ്ങളോട് അന്നേരം മുതലാളി പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാ മാസവും 100 രൂപ വെച്ച് തരുന്നതല്ലേ, പിന്നെ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് എടുത്താൽ തന്നെ കുഴപ്പമെന്നാണ് അന്നേരം ചോദിച്ചു. അന്നേരം ഇവർ വീണ്ടും അപ്പം പുള്ളിക്കാരൻ്റെ വൈഫിനെയും ഞങ്ങളെല്ലാവരെയും അമ്മയ്ക്കൊക്കെ പറഞ്ഞു, ആ പ്രായ ലേഡി അമ്മയ്ക്കൊക്കെ പറഞ്ഞു. ഇവര് സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന സമയത്തും
നിങ്ങളോട് ഈ രീതിയിൽ കയർക്കാറുണ്ടായിരുന്നു? അവര് എപ്പോ വന്നാലും അവര് ഇതെടുക്കുവല്ല. എടുക്കുകയില്ല. അവർക്ക് ഇപ്പൊ ഒരു രീതിയിലും അവർക്ക് ആ വേസ്റ്റ് പിന്നെ പ്ലാസ്റ്റിക് ചീത്തയല്ല, കൊണ്ടുപോയേ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതി വന്നപ്പോ അവര് ഉടക്കിയതാ നമ്മളോട്. അത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിട്ട് ഉടക്കിയത് കഴിഞ്ഞ തന്നെയാണ്. പ്രാവശ്യം വന്നപ്പം കൊണ്ടുപോയില്ലായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഇനി വരുമ്പം കൊണ്ടുപോക്കണം എന്ന് പറഞ്ഞോണ്ട് ഈ പ്രാവശ്യം വന്നപ്പോ 4 ചാക്ക് ഉണ്ടായിരുന്നു. ആ 4 ചാക്ക് അവർക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ലായിരുന്നു. അതിനാണ് അവർ ആ ബഹളം എല്ലാം വെച്ചത്. അത് വേസ്റ്റ് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി അവര് നടത്തിയിട്ടുള്ള അങ്ങനെ ആയിരിക്കാം. ബഹളമാണ് ഇതല്ലേ? അങ്ങനെ അതിനടുത്ത് അവർ അങ്ങനെയൊക്കെ അനാവശ്യം പറഞ്ഞത്. നിങ്ങളൊക്കെ ഇവിടെ എത്ര കാലമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്? ഞാൻ വന്നിട്ട് ഇപ്പം 9 മാസത്തോളമായി ഞാൻ വന്നിട്ട്. ഇവരൊക്കെ വർഷങ്ങളായിട്ട് നിൽക്കുന്നവരാ. ചേച്ചി വന്നിട്ട് എത്ര നാളായി? ഞാൻ 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞു. ഞാൻ 8 വർഷമായിട്ട് ജോലി 8 ചെയ്യുന്നു. വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോ ഇതുവരെ ഈ രീതിയിൽ ഇവര് പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു അനുഭവം നിങ്ങളുടെ എനിക്കുണ്ടായിട്ടില്ല. എനിക്കുണ്ടായിട്ടില്ല. അപ്പൊ വളരെ മാന്യമായിട്ടാണ് നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത് അല്ലെ? അതെ. അപ്പോ ഇവര് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവരുടെ പ്രചരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇവിടെ വന്ന് നിങ്ങൾ തൊഴിലാളികൾ അവരോട് ഇവിടെ കടയിലെ തൊഴിലാളികൾ അവരോട് മോശമായിട്ട് പെരുമാറിയെന്നാണ് അവർ പറയുന്നത്. ഞങ്ങളൊരു പ്രസ്ഥാനമായിട്ടിരിക്കുമ്പോ അങ്ങോട്ട് അതല്ല, ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇവര് വരുമ്പോ ഇവർക്ക് കാർഡ് എടുത്തു കൊടുത്ത് അതിൽ പതിപ്പിച്ച് പ്ലാസ്റ്റിക് കൊടുക്കാന്നല്ല അല്ലാതെ നമുക്ക് വേറെ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇവരോട് അടക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവർക്ക് ഇത് കൊണ്ടുപോകാതിരിക്കാൻ അവർക്ക് വേണമെങ്കിൽ ഞങ്ങളോട് അടക്കാം. അതാണ് ഉണ്ടായിരിക്കുന്നത്. സത്യമായ കാര്യം അത് തന്നെയാണ്. പിന്നെ ഇവര് അനാവശ്യങ്ങൾ പറയുമ്പോൾ കാര്യങ്ങളെ വളച്ചൊടിച്ച് പറഞ്ഞു. പിന്നെ ഒരാളെ പ്രകോപിപ്പിക്കാതെ ഒരാൾ എന്തായാലും വഴിയെ നടന്നു പോകുന്ന ഒരാളെ ഏതായാലും ചീത്ത പറയുമല്ലോ. ഇവര് ഞങ്ങളുടെ അടുത്തോട്ട് വന്ന് അവിടെ നിന്നിട്ട് ആദ്യം തന്നെ പറയുന്നത് എന്നെ ഈ ഹിന്ദിക്കാരൻ പയ്യനോട് പറയണം ഞങ്ങൾ പാട്ടവർക്കാരല്ലാന്ന്. അവൻ പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യത്തെ 2 എണ്ണം കൊണ്ടുപോകാനുണ്ടല്ലോ, അതും കൂടെ കൂട്ടി 4 എണ്ണം കൊണ്ടുപോകാമോ എന്നേ ചോദിച്ചുള്ളൂ. ഹിന്ദിക്കാർ മലയാളം സംസാരിക്കുമ്പോൾ ഉള്ള രീതി അറിയാമല്ലോ. അപ്പോൾ അവരോട് അങ്ങനെ പറഞ്ഞ അവരുടനെ ഞങ്ങളോട് പറയാ സത്യത്തിൽ ഞങ്ങൾ ആ സംഭവം ഒന്നും അറിയുന്നില്ല. അവരിങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് എന്നോട് പറയാണ്, ഞാൻ ഇവിടെ ഇരിക്കുവായിരുന്നു, ഈ ഹിന്ദിക്കാരൻ പയ്യനോട് പറയണം ഞങ്ങൾ പാട്ടവർക്കാരല്ലെന്നൊന്ന് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ മുഷിഞ്ഞാണ് ആദ്യം വന്ന് കേറുന്നത് തന്നെ. അതെ, 4 ചാക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ അവരുടെ ഭാവം മാറി. ആ തങ്കമ്മേന്ന് പറഞ്ഞിട്ട് ഒരു പ്രായ ലേഡിയുണ്ട്. പുള്ളിക്കാരി ഭയങ്കര എല്ലാ പ്രാവശ്യവും വരുമ്പോഴും അവര് ഭയങ്കര മോശമായിട്ടാണ്. അവരെ കുറിച്ച് ഒന്ന് തിരക്കിയാൽ അറിയാം ആൾക്കാർ പറയുന്നത്. അത്ര മോശപ്പെട്ട പുള്ളിക്കാരിയാണ്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ആൾക്കാർ പുറത്ത് പറയുമോന്ന് അറിയത്തില്ല. പക്ഷെ പൊതുവെ പുള്ളിക്കാരിയെ കുറിച്ച് ഭയങ്കര കംപ്ലൈന്റ് ഉള്ള ആളാണ്. അപ്പം നമുക്കിപ്പം നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മളോട് മോശമായിട്ടാണ് അവർ പെരുമാറിയത്. അതേ ഉള്ളൂ നമുക്കിപ്പോൾ പറയാനായിട്ട്. ഇപ്പം ഞങ്ങൾക്കിപ്പോൾ അവരോട് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അല്ലെ ഞങ്ങൾക്ക് പൈസ കൊടുക്കാതിരിക്കാൻ, ഫീസ് നമ്മൾ കൊടുക്കുന്നില്ല, അല്ല ഫീസ് കൊടുക്കാതിരിക്കാനാണെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞെങ്കിൽ അങ്ങനെ വിചാരിക്കും. ഇതിപ്പോൾ ഞങ്ങൾ എല്ലാ മാസവും ഫീസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്നേ വരെ ഇവിടുന്ന് ഒരു സാധനം കൊണ്ടുപോയിട്ടില്ല. കൊണ്ടുപോയെന്ന് ആരും പറയത്തില്ല. കാരണം കൊണ്ടുപോയിട്ടില്ല അവര്. ഇപ്പം കുറെ മാസങ്ങളായിട്ടുണ്ട്. അല്ല അപ്പൊ ഈ ഒരു തവണ പോലും നിങ്ങൾ ഇതുവരെ പ്ലാസ്റ്റിക് എടുത്തിട്ടില്ല. ഇല്ല മുടക്കം ഇത്രയും നാളിനോടക്ക് നിങ്ങളുടെ ഒരു പ്ലാസ്റ്റിക് കൊണ്ടുപോയിട്ടില്ല. അപ്പം നമ്മള് പിന്നെ ഇങ്ങനെ നമുക്ക് പ്രകോപനം ഉണ്ടാകുമ്പോഴല്ലേ നമ്മള് ഒരു സ്ഥാപനത്തിൽ കയറി ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ അത് അവരുടെ ജോലിയുടെ ഭാഗമാണോ എനിക്കറിയത്തില്ല. ഹരിതകർമ്മസേനയുടെ ജോലിയുടെ ഭാഗമാണോ അത് ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ ഒരു പക്ഷേ. ഇത് ജൈവമാലിന്യമാണ് അവിടെ കിടന്നത്. കാബേജിന്റെ ലീഫ് നമ്മൾ രാവിലെ പറിച്ചിട്ട് ഒരു ഇത്രയും വലിയൊരു ഹോൾസെയിൽ കടയിൽ വെജിറ്റബിളിന്റെ എന്തോരം വേസ്റ്റ് വരും നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം. വെജിറ്റബിളിന്റെ വേസ്റ്റേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കാബേജിന്റെ ലീഫ്, കോളിഫ്ലവറിന്റെ ഒക്കെ ലീഫുകൾ പറിച്ചിട്ടിരിക്കുമായിരുന്നു. നമ്മൾ ഈ വലിയ വലിയ സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ക്ലിയർ ആക്കി കൊടുക്കണം. അപ്പോൾ അത് ഈ പയ്യന്മാർ ഇവിടെ ഇരുന്ന് വൃത്തിയാക്കി ഇടുന്നിടത്ത് പോയി അവർ ഫോട്ടോ എടുക്കേണ്ട കാര്യമില്ല. അതാണ് ഒരു വിഷയം വന്നത്. ഉന്നയിക്കാനായിരിക്കാം. പക്ഷെ അങ്ങനെ ഉന്നയിക്കാനായിട്ട് അവർക്ക് ഒരു ഇതുമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് വേസ്റ്റ് കളയാൻ നമുക്കൊരു ഇതുണ്ട്, ഒരു സ്ഥലമുണ്ട്. 6 മണിയാകുമ്പോൾ ഞങ്ങളുടെ വേസ്റ്റ് വണ്ടി വരും, വേസ്റ്റ് ഫുൾ എടുത്തുകൊണ്ട് പോകും. ഇവിടെ റോങ് ആയിട്ടുള്ള ഒരു സംഭവം നടക്കുന്നില്ല. പിന്നെ അവർക്ക് അത് ഫോട്ടോ എടുക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. നമ്മുടെ മുതലാളി
ഈ വേസ്റ്റ് കൊണ്ടുപോകുന്ന ഡ്രൈവർക്കും അത് കൂടുതൽ പോകുന്ന ഒരു ബായി ഉണ്ട്, അത് കയറ്റാനും ഇറക്കാനും ഒക്കെ. ആ ബായിക്കും കൂടെ പൈസ കൊടുത്ത് ഈ കൊണ്ടിറക്കുന്ന സ്ഥാപനത്തിനും ഫീസ് കൊടുത്തിട്ടാണ് നമ്മൾ വേസ്റ്റ് കളയുന്നത്. നമ്മളിവിടെ ഒരു വേസ്റ്റും ഇടുന്നില്ല. അത് തന്നെയല്ല, ഈ ഹരിതകർമ്മസേനക്കാരോട് ഈ പച്ചക്കറി വേസ്റ്റ് എടുക്കണമെന്ന് പറയണമെങ്കിൽ ഇതുപോലെ ഒരു സ്ഥാപനത്തിൽ ഒരു ദിവസം തന്നെ എന്തോരം പച്ചക്കറിയുടെ വേസ്റ്റ് കാണുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. മാസത്തിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ ഈ ഹരിതകർമ്മസേനക്കാർ, മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് വരുന്നത്. ഉണ്ട്, ഒരു വണ്ടി സാധനമായിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. അത്രയും സാധനം ഓണത്തിനൊക്കെ രണ്ട് വണ്ടി ഉണ്ടായിരുന്നു ഇവിടുന്ന് വേസ്റ്റ് പോയത്. അങ്ങനെയുള്ളപ്പോഴത്തേക്ക് പിന്നെ ഇവര് ഈ മാസത്തിൽ ഒന്ന് വരുന്ന ഇവര് പച്ചക്കറി വേസ്റ്റ് എടുത്താൽ തീരുന്നതാണോ നമ്മുടെ കടയിലെ മാലിന്യം? അതുമല്ല, ഒരു പച്ചക്കറി വേസ്റ്റ് എടുത്തോണ്ട് പോവോ? 2 ചാക്ക് പിടിക്കാൻ മടിയുള്ള അവരോട് നമ്മൾ പച്ചക്കറി വേസ്റ്റ് എടുക്കാൻ പറയുവോ? ശരിക്കും ഹരിതകർമ്മസേനയ്ക്കുള്ള ഒരു മാർഗനിർദ്ദേശം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ചില്ല് വരെ എടുക്കണം എന്നുള്ളത്. ഇവര് പ്ലാസ്റ്റിക്കും എടുക്കത്തില്ല, പ്ലാസ്റ്റിക് എടുക്കാതിരിക്കാൻ കഴുകിയാ കൊടുക്കുന്നേ, പാലിന്റെ കവറൊക്കെ കഴുകിയാ കൊടുക്കുന്നേ. തിരിച്ചെടുത്ത് കഴുകി ഉണക്കി വേണം കൊടുക്കാൻ. അതായത് അതെല്ലാം ഇവര് ചെയ്യേണ്ട പണി കൂടി നമ്മൾ പോട്ടെ, നമ്മൾ ചിലപ്പോ ഇവർ ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ അല്ലേ വരുന്നത്. ഇപ്പൊ ഈ പാലിന്റെ കവർ ഇങ്ങനെ ഇരുന്നാൽ മണം വരും, നമ്മൾ കഴുകിയൊക്കെ കൊടുക്കണം. പക്ഷെ ഇവിടെ പ്ലാസ്റ്റിക് ചാക്കേ ഉള്ളൂ, വേറെ വേസ്റ്റ് ഇല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഒരു സവോള വരുന്ന ചാക്ക് നമ്മൾ കുടഞ്ഞാൽ അതിലെ ഈ പച്ചക്കറികൾ വരുന്ന പ്ലാസ്റ്റിക് ചാക്കുകൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ സവോളത്തൊലി വരുന്നത്, ക്യാബേജ് തൊലി വരുന്നതെന്നൊക്കെ പറയുന്നത് വെറുതെയാ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ചാക്കുകൾ, സവോളയൊക്കെ വരുന്ന ചാക്കായിട്ടാണ് നമുക്ക് കൂടുതലും പോകുന്നത്. ചാക്കായിട്ട് പോകുമ്പോൾ പിന്നെ ചാക്ക് അങ്ങനത്തെ ഇത് വരുന്നില്ല. അത് അല്ലെ തന്നെ ഞങ്ങൾ വേറെ സാധനങ്ങളും ചാക്കിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചാക്ക് ആവശ്യമാണ്. പിന്നെ ഈ സവോള തൊലി വരുന്ന ചാക്കുകളൊന്നും ഇവർക്ക് കൊടുക്കത്തില്ല. പിന്നെ ഈ ക്യാബേജിന്റെ തൊലിയൊക്കെ ഭായിമാര് വെളിയിൽ ഇട്ടാ വെട്ടുന്നത്. അപ്പൊ പിന്നെ അതെങ്ങനെ ചാക്കിനകത്ത് വരുന്നത്? ഇത് നമ്മൾ ഇവരോട് വേറൊന്നും ആവശ്യമില്ല, അവർക്ക് അവരുടെ ജോലി ചെയ്യാനേ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. നമുക്ക് അവരോട് ഒരു ശത്രുതയും ഇല്ല, ഞങ്ങളോട് അവർക്കൊരു ശത്രുതയും തോന്നേണ്ട കാര്യവും ഇല്ല. അവരുടെ ജോലി അവർ കൃത്യമായിട്ട് ചെയ്യാൻ മാത്രമേ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. പിന്നെ അവർ ഈ ഇല്ലാത്ത കള്ളങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിസ്സഹായരാ. ഞങ്ങൾ സാധാരണക്കാർക്കും വേണ്ട ഒരു ന്യായം. ഇന്നേ വരെ ഞങ്ങളോട് ആരും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അന്നേരം അവർ ഹരിതകർമ്മസേനക്കാരുടെ അവർ പറയുന്ന നുണകൾ മാത്രമാണ് അവർ കേട്ടിരിക്കുന്നത് ഇന്നേ വരെ. അതെ അതെ അതെ, ആരും നമ്മുടെ കാര്യം എന്നാന്ന് കേട്ടിട്ടില്ല, എന്താ സംഭവിച്ചതെന്ന് കേട്ടിട്ടില്ല. അത് കേൾക്കാൻ ഇപ്പൊ ഏതൊരു കോടതി ചെന്നാൽ പോലും വാദിഭാഗവും പ്രതിഭാഗവും പറയുന്നത് കേൾക്കുമല്ലോ, എന്നിട്ടല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുക. ഇവിടെ അങ്ങനെയല്ല, അവര് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് കേട്ടിരിക്കുന്നത്. ഏതൊരു പ്രശ്നങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള മറ്റൊരു ഭാഗം കൂടി ഉണ്ടാകും. ഈ തൊഴിലാളികളും ഈ വ്യാപാരിയും പറയുന്നത് ശരിയാണെങ്കിൽ ഹരിതകർമ്മസേനയുടെയും അതുപോലെ തന്നെ ഇവിടെ തൽപര രാഷ്ട്രീയ കക്ഷികളുടെയും ഇടപെടലുകളും മൂലമല്ലേ ഇവർക്ക് ഈ രീതിയിലുള്ള ഒരു ആരോപണം നേരിടേണ്ടി വന്നത്? ഹരിതകർമ്മസേനയ്ക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ നൽകിയിട്ടുള്ളതാണ്. ആ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ ഈ തൊഴിലാളികൾക്ക് നേരെ ഈ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ നടത്തിയതിനു ശേഷം ഇരവാദം മുഴക്കുന്നത് ശരിയാണോ? നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്.